الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم ونفسي أولا بتقوى الله قال تعالى في كتابه الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس ذلك بأنهم قالوا إنما البيع مثل الربا وأحل الله البيع وحرم الربا فمن جاءه موعظة من ربه فانتهى فله ما سلف وأمره إلى الله ومن عاد فأولئك أصحاب النار هم فيها خالدون صدق الله العظيم. പ്രിയ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് നിങ്ങളേവരെയും ഉണർത്തുകയാണ്. പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ലഭിച്ച അത്ഭുതങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതമാണെന്നും ആ അത്ഭുതം മനുഷ്യ ബുദ്ധിക്ക് മനസ്സിലാകുന്ന രീതിയിൽ മനുഷ്യന്റെ വിജ്ഞാനത്തിൽ വളർച്ചയുണ്ടാകും തോറും കൂടുതൽ ഗ്രഹിക്കാൻ പറ്റുന്ന രീതിയിൽ ഖുർആനിൽ അന്തർലീനമാണെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ നാം സൂചിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലം മുതൽ ലോകാവസാനം വരെ മനുഷ്യരിൽ ഉണ്ടാകേണ്ട ഒരു വലിയ പരിവർത്തനത്തിലേക്കുള്ള സൂചനയാണ് മുഅ്ജിസത്തിനെ ശാസ്ത്രീയതയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു എന്ന്. പരിശുദ്ധ ഖുർആൻ അമാനുഷമാണ് എന്ന് അതിൻ്റെ ഏത് ഘടകമെടുത്തു നോക്കിയാൽ അതിൻ്റെ സാമൂഹ്യ പരിഷ്കരണത്തെക്കുറിച്ച് പഠിച്ചാലും ശാസ്ത്രീയമായ അതിൻ്റെ നിരീക്ഷണങ്ങളെക്കുറിച്ച് പഠിച്ചാലും ഭാവിയെക്കുറിച്ചുള്ള പ്രവചനങ്ങളെക്കുറിച്ച് പഠിച്ചാലുമെല്ലാം എക്കാലത്തും മനുഷ്യന് ബോധ്യം വരുന്ന രീതിയിലുള്ള ഒരു പുതിയ സമീപനമാണ് മുഅ്ജിസത്തിൽ
പ്രവാചകന്മാരുടെ പ്രവാചകത്വം സ്ഥാപിക്കാനുള്ള മുഅ്ജിസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിരിക്കുന്നത്. മുൻപുണ്ടായിരുന്ന പ്രവാചകന്മാരുടെ മുഅ്ജിസത്തുകൾ ഇതുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നമുക്ക് വലിയ അന്തരം അനുഭവപ്പെടും. ഈ അന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ റിസാലത്തുമായി തന്നെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മനുഷ്യരാശി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ വളർച്ച ശിശുവിൻ്റെ പ്രായത്തിൽ നിന്ന് കൗമാരത്തിലേക്കും, ആ കൗമാരത്തിൽ നിന്ന് മനുഷ്യന്റെ തൻ്റെ ഇടം ഏറ്റവും കൂടുതലുള്ള പ്രായത്തിലേക്കും വളർന്നു വരുന്നതിനനുസരിച്ച് മതശിക്ഷണങ്ങളും മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ട നിർദ്ദേശങ്ങളുമെല്ലാം അവരുടെ ഈ ബുദ്ധിപരമായ വളർച്ചയോടൊപ്പം ഉണ്ടാവേണ്ടത്. നമ്മുടെ കാലഘട്ടം പൗരാണിക കാലഘട്ടവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മനുഷ്യൻ ബുദ്ധിക്കും ചിന്തയ്ക്കും വളരെയേറെ പ്രാധാന്യം കൽപ്പിക്കുന്ന കാലമാണ്. ഒരു സമൂഹത്തിൻ്റെ പൊതു പ്രവണതയാണ് ഈ ബുദ്ധിയും ചിന്തയുമെല്ലാം പ്രത്യേകിച്ച് പരിഗണിക്കുക എന്ന്. ഇതിൻ്റെ അർത്ഥം സമൂഹത്തിൽ എല്ലാവരും അങ്ങനെയാണ് എന്നല്ല. സമൂഹത്തിൽ ചില ജീർണതകളെല്ലാം ഒന്നിന് പുറകിൽ ഒന്നായി തുടർന്ന് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടാവും. ആ ജീർണതകളുടെ നിഷേധമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മറിച്ച് നമ്മുടെ സമൂഹത്തെ ആകെ കൂടിയെടുത്താൽ വിജ്ഞാനത്തിനും ബുദ്ധിക്കും യുക്തിക്കുമെല്ലാം ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ. ഈ സമൂഹത്തിൻ്റെ തുടക്കം പരിശുദ്ധ ഖുർആനിന്റെ അവതരണത്തോടു കൂടിയാണ് ഉണ്ടാകുന്നത്. ഖുർആൻ ആ സമൂഹത്തെ വളർത്തുന്നത് അഫലാ തഅഖിലൂൻ, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ ആ മഹത്തായ അനുഗ്രഹമുണ്ടല്ലോ ബുദ്ധി, അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നില്ലേ? അഫലാ യതദബ്ബറൂൻ, അവർ ചിന്തിക്കുന്നില്ലേ? അപ്പൊ ഗഹനമായ ചിന്ത, ബുദ്ധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങളെ നിർണയിക്കുന്ന രീതി, ഇതെല്ലാം ഈ സമൂഹത്തിൽ ഉണ്ടാകേണ്ടതുണ്ടെന്ന് അള്ളാഹു നിശ്ചയിച്ചതിനാൽ 7-ാം നൂറ്റാണ്ടിലെ മനുഷ്യനോട് തൻ്റെ ബുദ്ധി ഉപയോഗിക്കണമെന്ന്, ചിന്ത ഉപയോഗിക്കണമെന്ന്, ആകാശങ്ങളിലേക്കും ഭൂമിയിലേക്കും വെറുതെ കണ്ണോടിക്കുന്നതിന് പകരം പാഠം ഉൾക്കൊള്ളുന്ന ഗവേഷണമാണ് ഓരോരുത്തരുടെയും കാഴ്ചയിലും പഠനത്തിലും ഉണ്ടാകേണ്ടത് എന്ന് പഠിപ്പിച്ചു. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന്റെ മഹനീയത നമുക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ രാപ്പകൽ മാറി മാറി വരുന്നത് നമ്മുടെ നിത്യ അനുഭവമാണ്. ഇതെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. ലആയാത്തിൻ, അനേകം ദൃഷ്ടാന്തങ്ങളുണ്ട് ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്നവർക്ക്. ഖുർആനിന്റെ സമീപന രീതി മനുഷ്യബുദ്ധി ഉപയോഗപ്പെടുത്താൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതിന് ചില ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ വെച്ചതാണ്. ഇങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന, മനുഷ്യബുദ്ധിക്ക് സ്ഥാനം നൽകുന്ന ഒരു മതം, ഒരു ചിന്താരീതി സമൂഹത്തിൽ എന്നും നിലനിൽക്കാൻ അർഹതയുള്ളതാണ് എന്നതാണ് ലോകാവസാനം വരെ ഇസ്ലാം നിലനിൽക്കുമെന്നും ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയാണ് മാർഗദർശി എന്നും നാം പറയുന്നതിന്റെ പൊരുൾ. ഇവിടെ ഈ തത്വങ്ങളെല്ലാം ഗ്രന്ഥങ്ങളിലുണ്ട്,
ആളുകൾ ചിലയിടത്തെല്ലാം എഴുതാറുണ്ട്, വായിക്കാറുണ്ട് എന്നതിനപ്പുറം ഈ തത്വം പൂർണ്ണമായും ഉൾക്കൊള്ളേണ്ടത് ഉമ്മത്ത് മുസ്ലിമയാണ്. ഒരു സമുദായം, ആ സമുദായത്തിന്റെ മുഖമുദ്ര ബുദ്ധിക്കും ചിന്തയ്ക്കും വിജ്ഞാനത്തിനും വില കൽപ്പിച്ചുകൊണ്ട്, അതിനേറ്റവും കൂടുതൽ വില കൽപ്പിച്ചുകൊണ്ട് ആ ബുദ്ധിയെയും ചിന്തയെയും തളർത്തുന്ന ജീർണതകളെ പൂർണ്ണമായും പരിത്യജിക്കുകയും ആ ജീർണതകളുടെ പുനഃപ്രവേശം തടഞ്ഞു നിർത്തുകയുമാണ് വേണ്ടത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മുസ്ലിം സമൂഹത്തിൽ ഈ ജീർണതകൾക്കെതിരിൽ, ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങൾക്കെതിരിൽ രംഗത്ത് വന്നവരെ അവർ ചെയ്തത് അബദ്ധമാണ് എന്ന് ബോധവൽക്കരിക്കുന്ന ഒരുപാട് സംരംഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ജീർണതകൾ അവസാനിപ്പിക്കുവാനുള്ള ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയെല്ലാം ഉണ്ടാകുമ്പോഴും അപ്രതീക്ഷിതമായ ചില തിരിച്ചടികൾ നാം കാണുകയാണ്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അവസാനിപ്പിക്കാൻ വേണ്ടി മുൻകൈയെടുത്ത് പ്രവർത്തിച്ചിരുന്ന സമൂഹത്തിലെ ചില പ്രധാന സംഘടനകൾ പോലും ജീർണതകളിലേക്ക് തിരിച്ചു പോകുന്ന ദുഃഖകരമായ അനുഭവം. ഇത് വ്യക്തികളുടെ ചിന്തയിൽ വന്നിട്ടുള്ള, വ്യക്തിപരമായ പ്രവർത്തനങ്ങളിൽ വന്നിട്ടുള്ള വ്യതിയാനമാണെങ്കിൽ അത് നമുക്ക് നിസ്സാരമാക്കി കളയാമായി. എപ്പോഴും സമൂഹത്തിൽ ചിന്തിക്കുന്ന എല്ലാ ആളുകളും ഒരേപോലെ ഇരിക്കുകയില്ല. സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും നീക്കം ഒരേ ദിശയിലേക്ക് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. എന്നാൽ സംഘടിതമായി ഒരു സമൂഹം തന്നെ ജീർണതയിലേക്ക് തിരിച്ചു പോകുന്നതാണ് ശരി എന്ന് സമർത്ഥിക്കുകയും അതിനുവേണ്ടി വാദകോലാഹലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ വിഷയം അപകടകരമാണ്. തൗഹീദ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏകത്വം, അതുമായി ബന്ധപ്പെട്ട് വിശ്വാസിക്കുണ്ടാകേണ്ട, അവന്റെ മനസ്സിൽ രൂഢമൂലമാകേണ്ട വ്യക്തമായ ചിന്തകൾ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഒരു കാരണവശാലും മനസ്സ് വരാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് തൗഹീദ്. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്നത് ഒരു വിവാദത്തിലൂടെ ശരിയും തെറ്റുമാക്കുന്നതിനപ്പുറം തന്റെ ബോധ്യമായി മാറ്റുമ്പോഴാണ് ഒരാൾ മുവഹിദാകുന്നത്. യാ ബുനയ്യ ഇദാ സഅൽത ഫസ്അലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നൽകുന്ന ശിക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശിക്ഷണം, മകനെ, നീ എന്തെങ്കിലും ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കും. നീ സഹായം തേടുകയാണെങ്കിൽ ഫസ്തഇൻ ബില്ലാഹ്, അള്ളാഹുവിനോട് സഹായം തേടും. ഇത് വളരെ ലളിതമായി അറബികളിൽ ഒരുപാട് വിവരമൊന്നുമില്ലാത്ത ആ സമൂഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിച്ചപ്പോൾ അവരിൽ നിന്ന് വളർന്നു വന്ന ആ സമൂഹത്തിന്റെ പ്രത്യേകത, അവർ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായിരുന്നു, മറ്റാരെയും ഭയപ്പെടാത്തവരായിരുന്നു. അതൊരു സത്യവിശ്വാസിയുടെ മുവഹിദിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്.
അള്ളാഹുവിനെ ഭയപ്പെടുക, മറ്റാരെയും ഭയപ്പെടാതിരിക്കുക. നിങ്ങൾ എന്നെ ഭയപ്പെടുക, സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതിന്റെ അർത്ഥം ഖൗഫ്, റജാ, ഭയവും പ്രതീക്ഷയും ഭൂമിയിൽ പ്രപഞ്ചത്തിൽ ഒരു സൃഷ്ടിയോടും ബന്ധിപ്പിക്കാതിരിക്കുകയും അത് പരിപൂർണമായും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രമാവുകയും ചെയ്യുന്ന ഒരു വികാരമാകണം. അത് പറഞ്ഞു പഠിക്കുകയും വാദപ്രതിവാദം നടത്തി ബോധ്യപ്പെടുത്തുകയും ചെയ്താലൊന്നും പോരാ. ഒരാൾ മുവഹിദാകണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരാൾ പ്രഖ്യാപിക്കുന്നത് അയാൾക്ക് പ്രയോജനപ്പെടുന്ന തൗഹീദിന്റെ കലിമത്താകണമെങ്കിൽ അയാളുടെ മനസ്സിൽ എനിക്ക് അള്ളാഹു മാത്രമേ ഉള്ളൂ, എൻ്റെ പ്രതീക്ഷ അള്ളാഹുവിലാണ്, ഞാൻ ഭയപ്പെടുന്നത് അള്ളാഹുവിനെ മാത്രമാണ് എന്നത് അയാളുടെ വികാരമായി മാറും. ഈ ആഴത്തിലുള്ള ഈമാൻ ഉൾക്കൊള്ളാൻ സാധിക്കാതിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാറ്റ് അങ്ങോട്ട് മറിച്ചടിച്ചാൽ ഇങ്ങോട്ട് നിന്നതെല്ലാം അങ്ങോട്ട് ചായും. നമ്മുടെ കേരളത്തിൽ അങ്ങനെയുള്ള ഒരു കാറ്റ് തിരിച്ചടിച്ചു. 2-3-4 ഖുത്ബയിലായിട്ട് പറഞ്ഞു തീർക്കേണ്ട വിഷയമാണ്. ഇന്ന് അതിന്റെ ആമുഖം മാത്രമേ പറയുന്നുള്ളൂ. തൗഹീദിന് എന്തെല്ലാമാണ് എതിര് എന്നതിനെ കുറിച്ച് കാറ്റ് മറിച്ചു വീശിയപ്പോൾ പണ്ട് എതിരാണ് എന്ന് പറഞ്ഞിരുന്ന ചിലതെല്ലാം തിരിച്ചിങ്ങോട്ട് തന്നെ വെക്കണമെന്ന് ചില ആളുകൾക്ക് തോന്നി. അങ്ങനെ അവരത് തൗഹീദിന് എതിരല്ല, അതൊക്കെ ആവാം എന്നത് ഒരു വാദമാക്കിയപ്പോൾ അവരുടെ കൂട്ടത്തിൽ നല്ല മനുഷ്യർ പറഞ്ഞു അത് ശരിയല്ല, ഇത് തൗഹീദിന് വിരുദ്ധമാണ്. പണ്ട് ഇങ്ങനെ ഒരാൾക്ക് തെറ്റിയാൽ മറ്റൊരാൾ പറയുക എന്നത് ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ആളുകൾ കണക്കാക്കാറ്. അൽഹംദുലില്ലാഹ്, എനിക്ക് നിങ്ങൾ എൻ്റെ തെറ്റ് പറഞ്ഞു തന്നല്ലോ എന്നാണ് പ്രതികരിക്കുക. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ആഹാ എനിക്ക് തെറ്റി എന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ ആരാണ് എനിക്ക് തെറ്റി എന്ന് പറയാൻ മാത്രം? എനിക്ക് മാതൃകയായി ഇനി പറയാൻ പോകുന്ന ലോകം, പണ്ഡിതന്മാർ, ഇവരെല്ലാം ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഞാൻ തെറ്റി എന്ന് പറയാൻ പാടില്ല എന്ന മനസ്സിൽ നിന്ന് തുടങ്ങിയ വാദപ്രതിവാദങ്ങളാണ് നാം കണ്ടത്. ഈ വാദപ്രതിവാദത്തിന്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന ആളുകൾ നേതാക്കന്മാരാണല്ലോ. ഇവിടെ ഇവരിൽ നിന്ന് ദീനുൽ ഇസ്ലാം പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് തങ്ങളുടെ ജീവിതം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാകുന്ന സ്വർഗം കിട്ടുന്ന ആ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുവാനും ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം മനുഷ്യരുണ്ട്. ആ കാര്യം തന്നെ ഇവർ മറന്നുപോയി. ഈ വിഷയത്തിലെല്ലാം, തൗഹീദിന്റെ വിഷയത്തിലെല്ലാം പുതിയ വാദപ്രതിവാദങ്ങൾ നടന്നാൽ എന്റെ ഉമ്മത്തിന് എന്ത് സംഭവിക്കും? അവർക്ക് ഏത് തരത്തിലുള്ള വ്യക്തതയും അവ്യക്തതയുമാണ് ഞങ്ങളുടെ ഈ വാദങ്ങളിലൂടെ ഉണ്ടാക്കി കളയുന്നത് എന്നതിനെ കുറിച്ച് ഒട്ടും ചിന്തിക്കാത്തതിനാൽ തങ്ങളുടെ വാദത്തിൽ അപ്പപ്പോൾ ജയിക്കാൻ വേണ്ടി പലരും പറഞ്ഞ് ആകെ കൂടി ഇന്ന് തൗഹീദിൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഉറച്ചു നിൽക്കേണ്ടത്, അതിന് വിരുദ്ധമായി എന്തെല്ലാം ഉണ്ട് എന്നതിൽ പുതിയ പുതിയ പല സംശയങ്ങളും ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വളരെ ലളിതമായി
ഒരു തരത്തിലുള്ള സങ്കീർണതയും കെട്ടിക്കൊടുക്കുമില്ലാതെ മക്കയിലുണ്ടായിരുന്ന ആ അറബികളിൽ തുടങ്ങി ജസീറത്തുൽ അറബ്, അറേബ്യൻ അർദ്ധദ്വീപിൽ പൂർണ്ണമായും അവിടെയുള്ള ആളുകൾക്ക് ബോധ്യപ്പെടുത്തി അവസാനം അല്ലാഹുമ്മ ഹൽ ബല്ലഗ്ത്, ഞാൻ എൻ്റെ ദൗത്യം പൂർത്തിയാക്കിയോ എന്ന് അവരെല്ലാം മുൻനിർത്തി ചോദിച്ചു. അള്ളാഹുവിന്റെ ദൂതനെ, അങ്ങ് ദൗത്യം പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് അവർ സാക്ഷ്യം വഹിച്ചു. അല്ലാഹുമ്മ ഷഹദ്, അള്ളാഹുവേ നീ സാക്ഷിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വസിയ്യത്ത് നൽകി ഉമ്മത്തിന്, അലാ ഫൽയുബല്ലിഗ് ഷാഹിദുൽ ഗായിബ്. ഇവിടെയുള്ളവർ ഇല്ലാത്തവർക്ക് ഈ സന്ദേശം എത്തിക്കേണ്ടതുണ്ട്. അത് തൗഹീദിന്റെ സന്ദേശമാണ്, ജീവിത വിജയത്തിന്റെ സന്ദേശമാണ്. ആ ജീവിത വിജയത്തിന്റെ സന്ദേശം വളരെ നന്നായി പഠിപ്പിക്കാനും മനസ്സിലാക്കാനുമുള്ള സൗകര്യങ്ങൾ പടച്ച തമ്പുരാൻ നമ്മുടെ മുൻപിൽ വെച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുൻപിലുണ്ട്. നമ്മുടെ ബുദ്ധി ഉപയോഗിക്കാൻ നമ്മോട് അള്ളാഹു കൽപ്പിക്കുന്ന വചനങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഇതിൽ നിന്ന് വ്യതിചലിച്ചാൽ നാം പോകുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ, മതം നിരാകരിക്കുന്ന ഒരു സമൂഹത്തിന്റെ സൃഷ്ടിപ്പിലേക്കാണ്. ചില അടിത്തറകളെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്, അതെല്ലാവർക്കും കയറി കളിക്കാനുള്ളതല്ല എന്നാണ്. ഇസ്ലാമിന്റെ അടിത്തറകളിൽ കയറി കളിക്കുന്നവർ തങ്ങളുടെ കളി ഏത് രൂപത്തിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന് പഠിക്കണം. ക്രിസ്തു മതത്തിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ കടന്നുകൂടി അവസാനം ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ള ബൈബിൾ വായിച്ചാലും ക്രിസ്ത്യാനികൾ എഴുതിയ അവരുടെ പുസ്തകങ്ങൾ വായിച്ചാലും ഏറ്റവും പ്രാമുഖ്യം അന്ധവിശ്വാസങ്ങൾക്കാണ്. അതിന്റെ ഫലം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ ഉള്ളവർ എന്ന് നമ്മൾ വിചാരിക്കുന്ന യൂറോപ്പിനെ കുറിച്ച്, ബ്രിട്ടനെ കുറിച്ച്, ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുന്ന ആ രാജ്യത്തെ കുറിച്ച് അവിടുത്തെ വളരെ ഭക്തനായ പാതിരി പറഞ്ഞത്, പ്രാക്ടീസിങ് ക്രിസ്ത്യൻസ് ഇൻ യൂറോപ്പ് ഹാവ് ബിക്കം ലെസ് ദാൻ ദ മുസ്ലിം പോപ്പുലേഷൻ. ഈ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നം ഞാൻ മറ്റൊരു വിഷയത്തിനു വേണ്ടി നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ട്. യൂറോപ്പിൽ മതത്തിൽ പ്രതിബദ്ധതയുള്ള ക്രിസ്ത്യാനികൾ അവിടെയുള്ള മുസ്ലിങ്ങളെക്കാൾ എണ്ണത്തിൽ കുറവാണ്. മതത്തിൽ പ്രതിബദ്ധതയുള്ള ക്രിസ്ത്യാനികൾ എന്താണ് ഇങ്ങനെ കുറഞ്ഞു പോയത്? അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ഒരു മതമായി ക്രിസ്തു മതം മാറിയപ്പോൾ വിദ്യാഭ്യാസവും സംസ്കാരവും ബുദ്ധിയും യുക്തിയുമെല്ലാം ഉപയോഗപ്പെടുത്തുന്ന ഒരു സമൂഹത്തിൽ മതം അസ്ഥാനത്തായി. യൂറോപ്പിൽ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കഥ നാം പറഞ്ഞു. നിങ്ങൾക്ക് അതിൻ്റെ വിശദീകരണങ്ങൾ ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് ധാരാളം ശേഖരിക്കാം. നിങ്ങൾ പരിശോധിച്ചാൽ ആ ആളുകളെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് തങ്ങളുടെ വിശ്വാസം ബുദ്ധിക്ക് യോജിക്കുന്നില്ല, അങ്ങനെയുള്ള ഒന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചത് എന്ന്. ഞാൻ പരിശോധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളുടെ മുൻപിലുള്ള പ്രശ്നം ക്രിസ്തു മതം പഠിപ്പിക്കുന്ന ത്രിയേകത്വം എന്ന് പറയുന്ന ഒരു വിശ്വാസമാണ്. ത്രിയേകത്വം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ്, പിതാവ്, പുത്രൻ, ഇത് മൂന്നും ഒന്നാണ്, പക്ഷേ അത് മൂന്നാണ്. ഈ പറയുന്ന ഒരു വാചകം മനസ്സിലാകാത്തത് കൊണ്ടാണ്
എന്താണ് ഈ പറയുന്നത്? മൂന്നും ഒന്നാണെങ്കിൽ പിന്നെ അത് വേറെ മൂന്നാവുന്ന എങ്ങനെ? പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി, പിതാവ് ഒരു വ്യക്തി, പുത്രൻ ഒരു വ്യക്തി. അത് ബൈബിളിൽ വ്യക്തി എന്ന അർത്ഥത്തിലുള്ള പദം തന്നെയാണ് പ്രയോഗിച്ചത്, പേഴ്സൺ. ആ മൂന്ന് വ്യക്തികളും കൂടി ഒന്നാണ് എന്ന് വിശ്വസിക്കണം. ക്രിസ്തു മതത്തിന്റെ അടിസ്ഥാനം തൗഹീദാണ്. ആ തൗഹീദ് നശിപ്പിച്ചപ്പോൾ അവരത് രണ്ടാമത് വെൽഡ് ചെയ്ത് യോജിപ്പിക്കാൻ നോക്കിയ ഒരു പ്രയോഗമാണിത്. സെന്റ് പോള് എഴുതി ചേർത്തതും അതിനാൽ തന്നെ ക്രിസ്തു മതത്തിന്റെ നാശത്തിന് കാരണമായതുമായ ഒരു വചനത്തിൽ നിന്നാണ് ഈ സകല പ്രശ്നങ്ങളും ഉയർന്നു വന്നിട്ടുള്ളത്. ഇതുകൊണ്ട് ക്രിസ്തു മതത്തിൽ നിന്ന് തന്നെ ആളുകൾ മാറുകയും അവരിൽ ബഹുഭൂരിഭാഗവും മതത്തോട് വിയോജിപ്പുള്ളവരായി, മതം അത്ര ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നവരായി ജീവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. അതിൽ മതവും ആത്മീയതയും വേണം എന്ന് വിചാരിക്കുന്ന ചിലരെയാണ് മുസ്ലിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്, ഇസ്ലാമിൽ വന്നിട്ടുള്ളത്. അന്ധവിശ്വാസം നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലല്ല, അന്ധവിശ്വാസത്തിലൂടെ മതങ്ങളെ കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലല്ല നാം ജീവിക്കുന്നത്. ഇവിടെ മനുഷ്യന്റെ ബുദ്ധിയും യുക്തിയും പ്രവർത്തിക്കുന്ന കാലമാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ അള്ളാഹു ഇറക്കിയതുപോലെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ എല്ലാ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും മുക്തമാക്കിക്കൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും നാം ആവർത്തിച്ച് പറയുന്ന കുല്ലു ബിദ്അത്തിൻ ളലാല, ഇസ്ലാമിൽ പുതുതായി ഉണ്ടാക്കിയ എല്ലാ അനാചാരങ്ങളും വഴികേടാണ്, അത് നമ്മെ മാർഗഭ്രംശത്തിലേക്കേ നയിക്കൂ എന്ന വിശ്വാസത്തോടു കൂടി വേണം ഇസ്ലാമിനെ കുറിച്ച് പറയാനും പഠിപ്പിക്കാനും വാദപ്രതിവാദം നടത്താനും അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്താനും, എന്നിട്ട് അതെല്ലാം യൂട്യൂബിൽ കയറ്റി വിടാനും. ഇല്ലെങ്കിൽ അത് കേൾക്കുന്നവൻ, വായിക്കുന്നവൻ, മനസ്സിലാക്കുന്നവൻ തങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടവരായി പോയി കളയും. ഇനി ജനങ്ങളെ നിങ്ങൾക്ക് അന്ധവിശ്വാസത്തിലേക്ക് തിരിച്ചു വിളിക്കാൻ സാധ്യമല്ല. വിശ്വാസത്തിലേക്ക് തിരിച്ചു വിളിക്കൂ. ആ വിശ്വാസം എന്നത് ഏതൊരു കാലഘട്ടത്തെയും നേരിടാൻ കെൽപ്പുറ്റ ശക്തമായ വിശ്വാസമാണ്. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഈമാൻ. ആ ഈമാനിന് ഭംഗം വരുന്ന രീതിയിൽ അന്ധവിശ്വാസങ്ങളെ, ബിദ്അത്തുകളെ അതിനകത്തേക്ക് കയറ്റി കൂട്ടാൻ പാടില്ല. അത് ബിദ്അത്ത് നശിപ്പിക്കാൻ വന്നവരായി എന്നതുകൊണ്ട് അവർക്ക് പിന്നീട് ബിദ്അത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുവാനുള്ള അനുവാദമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഈ എക്സ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് അത്ര കാശിന് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഒരു അനുവാദമുണ്ട്. അതുപോലെയുള്ള ഒരു ഏർപ്പാടല്ല ഇത്. ഞങ്ങൾ ഒരുപാട് ബിദ്അത്തുകൾ നശിപ്പിച്ചിരിക്കുന്നു, ഇല്ലാതാക്കിയിരിക്കുന്നു, ഞങ്ങൾ ജനങ്ങളെ തൗഹീദിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് അല്പം അനുവാദം തരൂ, ഞങ്ങൾ കുറച്ച് ബിദ്അത്തുകളൊക്കെ ഇതിൽ ഉണ്ടാക്കട്ടെ എന്ന് പറയാൻ അനുവദിക്കുകയില്ല. ഇസ്ലാമിനെ അതിന്റെ തനതായ രൂപത്തിൽ ഗ്രഹിക്കാം. പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുൻപിലുണ്ട്, നമ്മുടെ ബുദ്ധി, വിജ്ഞാനം അതെല്ലാം നമ്മുടെ മുൻപിലുണ്ട്. അത് വെച്ചുകൊണ്ട് എന്താണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്? അന്ധവിശ്വാസമാണോ? ഇനിയും തിരിച്ചു കൊണ്ടുപോകുന്നത് ഈ ഉമ്മത്തിനെ അന്ധവിശ്വാസത്തിലേക്കാണോ എന്ന് നാം ശരിക്കും പരിശോധിക്കേണ്ടതുണ്ട്. ആരെയും ഈ ഉമ്മത്തിനെ അന്ധവിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ നാം അനുവദിച്ചുകൂടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ അതിന്റെ തനതായ രൂപത്തിൽ ഗ്രഹിക്കാനും നമ്മുടെ ജീവിതത്തിൽ ആ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ വഴിയിൽ മുന്നോട്ട് പോകാനും കരുണാവാരിധിയായ തമ്പുരാൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാണ്. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم
وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون فاعتصموا بحبل الله جميعا ولا تفرقوا. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് വീണ്ടും നിങ്ങളേവരെയും ഉണർത്തുകയാണ്. മനുഷ്യന്റെ പരലോക ചിന്ത അത് മരണവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഉണർത്തുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആത്മീയത നിലനിർത്താൻ വേണ്ടി ചെയ്തിട്ടുള്ളത്. മരണം നമ്മുടെ മുൻപിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം വീണ്ടും വീണ്ടും ഓർക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി കൽപ്പിച്ചു. അക്സിറു ദിക്ര ഹാദിമിൽ ലദ്ദാത്ത്. അക്സിറു, എത്ര നിങ്ങൾക്ക് കഴിയുന്നോ അത്രയും നിങ്ങൾ ഓർക്കണം. ആ ഓർക്കുന്ന സന്ദർഭം എന്താണ് നമ്മുടെ മനസ്സിൽ അതുകൊണ്ട് ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നാം ഓരോരുത്തരും മരിക്കാൻ പോകുന്നു എന്നതിനാൽ ഈ മരണത്തിന് ശേഷം എനിക്കെന്ത് എന്ന ചിന്തയും ആ വരാനിരിക്കുന്ന ജീവിതത്തിന് വേണ്ടി ഞാൻ തയ്യാറായിട്ടുണ്ടോ എന്ന ചോദ്യവും, ഇതാണ് ഓരോ തവണയും നാം മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. മരണത്തെക്കുറിച്ച് ഓർക്കാൻ, ഒരാൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് നമ്മോട് ചൊല്ലാൻ പഠിപ്പിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? ഒരാൾ മരിച്ചു, അയാൾ മാത്രമല്ല, ഇന്നാ ലില്ലാഹ്, നാം എല്ലാം അള്ളാഹുവിനുള്ളവരാണ്, നാം എല്ലാം അള്ളാഹുലേക്ക് മടങ്ങുന്നവരാണ്. ഈ വികാരം, മരണത്തെക്കുറിച്ചുള്ള ചിന്ത, ഇത് മനസ്സിൽ സജീവമാക്കുമ്പോൾ അതിലൂടെ നമ്മുടെ ജീവിതത്തെ പരിപൂർണമായും സംസ്കരിക്കാനുള്ള ഒരു പ്രചോദനം നമുക്ക് ലഭിക്കുന്നുണ്ട്. മരിച്ചതിന് ശേഷം ഉണ്ടാകുന്ന അനുഭവങ്ങളെക്കുറിച്ച് വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസി ആഖിറത്തിൽ യൂഖിനൂൻ, യഖീനോട് കൂടി, ഉറച്ച വിശ്വാസത്തോടു കൂടി ജീവിക്കുന്ന ഒരു വിശ്വാസി അയാളുടെ ജീവിതത്തെ സംസ്കരിക്കുന്നത് ആ മരണാനന്തരം ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഗുണകരമായിരിക്കണം എന്ന ആഗ്രഹത്തിലാണ്. ഈ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പല രംഗങ്ങളിലും നാം പാളിപ്പോകുന്നത് തടഞ്ഞു നിർത്താൻ, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാണിടാൻ, നമ്മുടെ സമയത്തിന്റെ നിയന്ത്രണത്തിന് വ്യക്തതയുണ്ടാക്കാൻ നമ്മുടെ വിശ്വാസത്തിന് സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികളെ, മരണത്തെ അതിൻ്റെതായ രൂപത്തിൽ ഗ്രഹിച്ച് ഇടയ്ക്കിടെ ഓർത്തുകൊണ്ടിരിക്കുക. നാം മരിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ അവസാനമല്ല, ശാശ്വതമായ ജീവിതത്തിന്റെ തുടക്കമാണ് എന്ന ബോധത്തോടു കൂടി ആ മരണം, നാം മരിക്കുമ്പോൾ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് എന്ന് റബ്ബുൽ ആലമീനായ തമ്പുരാൻ നമ്മെ വസിയത്ത് ചെയ്തത് എത്ര പ്രധാനമാണ് എന്ന് ഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ ഖാദിൽ ഹാജത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ وأدخلنا الجنة مع الأبرار. اللهم اشف مرضانا وارحم موتانا، اللهم اشف مرضانا وارحم موتانا، اللهم اشف مرضانا وارحم موتانا. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. الله أكبر، الله أكبر.